പിന്നെ ഇടതുപക്ഷം വിലക്കയറ്റത്തിനെതിരെ സമരം ചെയ്യും. അതൊക്കെ സമരാഭാസമാണ്. കാരണം കഴിഞ്ഞ 10 കൊല്ലമായി എല്ലാം ചെലവ് എല്ലാത്തിനും കൂട്ടി അല്ലേ. കെട്ടിട നികുതി കൂട്ടി, ആ നികുതി കൂട്ടി, ഒരു നികുതി പോലും കുറച്ചില്ല, എല്ലാ നികുതിയും കൂട്ടി. ഈ അപ്പോഴും പെട്രോൾ വില കൂടിയിട്ടുണ്ട്, അപ്പോഴും അവരൊന്നും ചെയ്തില്ല, ഒരു പൈസ പോലും കഴിഞ്ഞ 10 വർഷമായിട്ട് കുറച്ചില്ല കാര്യമായിട്ട്. അങ്ങനെ വരുമ്പോൾ അവര് ഇതിന് ചോദ്യത്തിന് മറുപടി പോലും പറഞ്ഞില്ല. സതീശൻ പറഞ്ഞു മറ്റൊരു കാര്യം കൂടി പ്രസക്തമാണ്, നേരത്തെ പറഞ്ഞതുപോലെ സിവിൽ സപ്ലൈസ് ഇതിൽ ഇടപെടാനുള്ള രണ്ടാമത്തെ ഏജൻസി സിവിൽ സപ്ലൈസ് ആണ്. നികുതി കുറച്ചാൽ മാത്രം പോരാ. സിവിൽ സപ്ലൈസിന് 2500 കോടി രൂപയോളം കഴിഞ്ഞ ഗവൺമെന്റ് കൊടുക്കാനുള്ളതുകൊണ്ട് അവർ സിവിൽ സപ്ലൈസ് പ്രവർത്തനം നിർത്തിവെച്ചേക്കാണ്, ഓൾമോസ്റ്റ് നിർത്തിവെച്ചേക്കുക. അപ്പൊ 2500 കോടി ഞങ്ങൾ കൊടുക്കണമെങ്കിൽ ഇത് കൊടുക്കണ്ടേ എന്നാ ചോദ്യം. തീർച്ചയായിട്ടും വേണം. ഇപ്പോ 2900 കോടിയോളം അത് കൊടുക്കണ്ടേ, അത് കൊടുക്കണ്ടേ ഇവിടുന്ന്. അതിനിവിടെ പൈസ, കാരണം ഈ ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുന്നു ഇല്ലയോ എന്നുള്ള തർക്കം വേറെ വരുന്നുണ്ട്. ഖജനാവിൽ 5000 കോടി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ 5000 കോടി ഖജനാവിൽ ഉണ്ടെന്ന് പറയുന്നതിലൊന്നും വലിയ വിലയില്ല. കാരണം ഇപ്പൊ എന്റെ പോക്കറ്റിൽ 500 രൂപയുണ്ട്, പക്ഷെ എനിക്ക് കട 50,000 ആണെങ്കിലോ, ഞാൻ കൊടുക്കാനുള്ളത് 50,000 ആണെങ്കിൽ 500 രൂപ പോക്കറ്റിലില്ലേ, 50,000 രൂപ. അപ്പൊ 500 പോക്കറ്റിൽ പൂച്ച പറ്റി കിടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ പോക്കറ്റിൽ പൂച്ച പറ്റി കിടക്കുകയാണ്. കാരണം എന്റെ മുമ്പിലുള്ള ചെലവ് 50,000 ആണെങ്കിൽ എന്റെ 500 ഒരു കഥയല്ല. ഒരു പക്ഷേ ഞാൻ ചായ കുടിക്കാൻ 500 ഉപയോഗിക്കും, അല്ലെങ്കിൽ അത്യാവശ്യം ബസ് ടിക്കറ്റ് എടുക്കാൻ 500 ഉപയോഗിക്കും, ഇതൊക്കെ ചെയ്യും. അതൊക്കെ എന്റെ ജോലി. അത് വെച്ചുകൊണ്ട് നിങ്ങളിൽ കാശുണ്ടല്ലോ എന്ന് പറയാൻ പാടില്ല. അതൊക്കെ പ്രതിപക്ഷം പറഞ്ഞോട്ടെ, പ്രതിപക്ഷത്തിന്റെ ജോലി അതാണ്, പറയലാണ്. അതല്ല എന്ന് പ്രൂവ് ചെയ്യലാണ്, ധവളപത്രം കൊണ്ടുവരണം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ആര് ഭരിച്ചാലും വളരെ ഗൗരവതരമായ ചർച്ച ആവശ്യമുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കേന്ദ്ര നികുതിയുടെ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ വേണ്ടത് ഈ വിഷയത്തിൽ അടിയന്തരമായി ഒരു സഹായം ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുക. ആ സഹായം ഒന്ന് ഇത് ചെയ്യുക, മറ്റൊന്ന് സിവിൽ സപ്ലൈസിനെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുക. കഴിഞ്ഞ ഓണക്കാലത്ത് പോലും നമ്മുടെ സിവിൽ സപ്ലൈസ് വെറുതെ കിടന്നുറങ്ങി. അപ്പോൾ സിവിൽ സപ്ലൈസിനെ പ്രവർത്തനക്ഷമമാക്കുക, ഈ 2 കാര്യം ചെയ്താൽ ജനങ്ങൾക്ക് ഗുണമുണ്ടാവും. അത് ചെയ്യുക. തർക്കം നമുക്ക് വേണമെങ്കിൽ ഇനി ചാനലിലോ നിയമസഭയിലോ നടത്താം.